അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇന്ന് ഗവർണർ ഈ വിഷയം വിശദീകരിക്കുന്നിടയ്ക്ക് പറഞ്ഞു, രാജ്ഭവനിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് തന്നോട് ഈ ദിവസം പ്രണാമം പറഞ്ഞു തന്നോട് എന്ന്. അങ്ങനെ പ്രണാമം പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കണോ എന്നാണ് അദ്ദേഹം പരിഹാസത്തോടു കൂടി ചോദിക്കുന്നത്. ഇവിടെ പ്രണാമം പറയുന്നതാണോ വിഷയം? എന്തിനാണ് അധ്യാപകരുടെ കാൽ കഴുകണം വിദ്യാർത്ഥികൾ എന്ന് ശഠിക്കുന്നത്? അതുകൊണ്ട് എന്തു ബഹുമാനമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ തെറ്റായ ആചാരമല്ലേ? സ്മൃതി, ആദ്യം തന്നെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ സ്മൃതിയോട് പറയട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചില കാര്യങ്ങളെ അത് വലിയൊരു എന്താ പറയുക ആചാരങ്ങളുടെ ഭാഗം, അതങ്ങനെ ഇങ്ങനെ, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്ന് നമ്മളിപ്പോൾ ഞാനും ശ്രുതിയും പഠിക്കുന്ന കാലഘട്ടമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് മാതാപിതാ ഗുരു ദൈവമെന്ന് നമ്മളും പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെ കണ്ടാൽ ഒരു ബഹുമാനിക്കും. ഞാൻ അവർ കഴിഞ്ഞ ഒരു മാസം മുൻപ് ആൻഡോ മാഷ് എന്ന് പറയപ്പെടുന്ന എൻ്റെ മറ്റും സ്കൂളിലെ അധ്യാപകൻ, എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കും. എത്ര കാലം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട്. അത് എൻ്റെ ഒരു സംസ്കാരമാണെന്ന്, അത് ഞാൻ അതിനെ അംഗീകരിക്കുന്നു, ഞാനതിന് ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ, എനിക്ക് 4 അക്ഷരം പറഞ്ഞു തന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അത് അധ്യാപകൻ്റെ രൂപത്തിൽ 4 അക്ഷരം പറഞ്ഞു. ഇനി നാളെ KT കുഞ്ഞിക്കണ്ണൻ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കും. നാളെ സ്മൃതി എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു, സ്മൃതിയും ബഹുമാനിക്കും. അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അത് കൃത്യമായിട്ട് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുകയും നല്ലൊരു കുട്ടികളായിട്ട് ഭാവിയിൽ കാലു കഴുകുന്നതിനെ കുറിച്ചാണ് ചോദ്യം. പാദപൂജ, കാല് കഴുകി ചന്ദനം തേക്കുക, പൂവിടുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? സ്മൃതി, ഞാൻ പറയട്ടെ, ഗുരുവന്ദനം അല്ലെങ്കിൽ ഗുരുവെ വന്ദിക്കുക, ബഹുമാനിക്കുക എന്ന് പറയപ്പെടുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. അത് കാല് കഴുകിയിട്ടാവണോ, നമസ്കാരം പറഞ്ഞിട്ടാകണോ, തൊഴണോ എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് അത് താല്പര്യമുള്ളവർക്കത് ചോദ്യം സംശയം ചോദിക്കുകയാണ്. സംശയമാണ്. ഞാൻ ഉല്ലാസ് ബാബുവിന് ബഹുമാനം തോന്നുന്ന ഒരാളെ കണ്ടാൽ ഒന്ന് കാല് തൊട്ട് വന്നിക്കും, പ്രായമുള്ള ഒരാളെ കണ്ടാൽ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, അത് വാദത്തിൽ അംഗീകരിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് തോന്നി അയാൾ തന്നെ ചെയ്യുന്നതല്ല, ഒരു പരിപാടി സംഘടിപ്പിക്കലാണ്. ആ പരിപാടിയിൽ അധ്യാപകർ നിരന്നിരിക്കുകയാണ്, കാലുകൾ ഉയർത്തിവെച്ച്. അവരുടെ കാലുകൾ കഴുകണമെന്നുള്ള നിർബന്ധിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക? അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് താങ്കൾ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സ്മൃതി എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ സൗണ്ടിൻ്റെ ഒരു മോഡുലേഷൻ കണ്ടില്ലേ? അധ്യാപകൻ അവർക്ക് നിരന്നിരിക്കുകയാണ്, അവരുടെ കാലുകൾ കഴുകിക്കുകയാണ് എന്ന് പറയപ്പെടുന്നില്ലേ? ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നേരിടുന്ന പ്രയാസം എന്ന് പറയപ്പെടുന്നത്. അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളർന്നു വരുന്ന കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഗുരുവന്ദനം നടത്തുന്നതുകൊണ്ടോ, മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമുക്ക് മേലെ നമുക്ക് വഴികാട്ടിയാകുന്നവരോടോ ബഹുമാനമോ വന്ദനമോ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ചില ആചാരങ്ങൾ, ചില പൈതൃകങ്ങൾ അത് പരിപൂർണമായിട്ട് അത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പുറത്തല്ല. അത് ചില സംസ്കാരങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു ഒരു നാടിൻ്റെ നൈതികതയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. അല്ലാണ്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇവർ സമയം മാറ്റണമെന്ന് പറഞ്ഞ സമയത്ത് ജാതി സംഘടനകൾ സമയം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് മൂത്രം കെട്ടിയ മറ്റേ ഈ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ പോവല്ലേ? സുംബ ഡാൻസ് കളിച്ച സമയത്തിൽ അപാകതയുണ്ട് എന്ന് പറയപ്പെടുന്ന സമസ്ത പോലെയുള്ള സംവിധാനങ്ങളോട് സന്ധി ചെയ്തവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ? നവോത്ഥാന നായകന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനത്തിന് വേണ്ടി കേരളം സമ്മതിക്കില്ല എന്ന് ഇപ്പം തന്നെ പ്രസംഗിച്ച KT കുഞ്ഞിക്കണ്ണൻ സാർ. അങ്ങയുടെ ശിവൻകുട്ടി ഉണ്ടല്ലോ, സമസ്ത പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും തലകുമ്പിട്ട് കൊടുക്കുന്നത് ഏത് ജാതിയുടെയും മതത്തിൻ്റെയും മുൻപിൽ തലകുനിക്കുന്നതാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ സ്മൃതി. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം, ഒരു വളർന്നു വരുന്ന ഒരു സമൂഹത്തിനകത്ത് ചില ആചാരങ്ങൾ, ചില വ്യവസ്ഥകൾ, ചില ശൈലികളൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ശൈലി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അധ്യാപകനോട് വിദ്യാർത്ഥിക്ക് ബഹുമാനമുണ്ടെങ്കിൽ അതിന് കാല് കഴുകണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്തിനാണ്? ഗുരുവന്ദനം എന്ന് പറയുന്നതും കാല് കഴുകുന്നതും രണ്ടല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
പാലക്കാട് ഞാൻ എങ്ങനെ ആക്ഷൻ കാണിച്ച് ഞാൻ കണ്ടില്ല, ടി വിയില്ല. പാലക്കാട് ബോട്സ്വാനയിൽ നിന്ന്, ബോട്സ്വാന എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്ന് പാലക്കാടുള്ള ഒരു അധ്യാപികയെ കാണാൻ 30 വർഷങ്ങൾക്ക് ശേഷം ബോട്സ്വാനിയനായിട്ടുള്ള ഒരാൾ വരികയുണ്ടായി. അറിയാലോ, ആ ബോട്സ്വാനിയനായിട്ടുള്ള ഒരാൾ വരികയുണ്ടായി, വന്ന് അധ്യാപികയെ കണ്ട് ബഹുമാനിച്ച് തിരിച്ചുപോയി. അവരപ്പോൾ പത്രങ്ങളടക്കം വലിയ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം അതിഗംഭീരമായിട്ടുള്ള ഒരു സമാഗമമായിരുന്നു അത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം അധ്യാപികയെ കാണാൻ വന്നത്. എന്തുകൊണ്ടാണ് അധ്യാപികയെ കാണാൻ വന്നത്? അദ്ദേഹത്തിന് അറിവിലേക്ക് നയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ 10-30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിൽ വന്ന്, ഇന്ത്യയിൽ വന്ന്, ഇന്ത്യയിലെ കേരളത്തിൽ വന്ന്, കേരളത്തിലെ പാലക്കാടിൽ വന്ന്, പാലക്കാടിലെ ആ ഗ്രാമത്തിൽ വന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപികയെ കണ്ടുപോയ കാര്യം നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചിന്തകളും ആചാരങ്ങളും ബഹുമാനങ്ങളാണ്ട് അധ്യാപികയെ തന്നെ പുറത്തെടുത്താൽ ഞാൻ കൈകാര്യം ചെയ്ത് കളയാം എന്ന് പറയപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് പല വിദ്യാലയങ്ങളിലും പോകുന്നുണ്ട്. സ്മൃതി അടക്കമുള്ള ആളുകൾ അതിൽ കൃത്യമായി നോക്കിയിട്ട് എനിക്കൊരു മോളാണുള്ളത്. തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താങ്കൾ ഉദാഹരിച്ച ഉദാഹരണം ഇവിടെ ചേരുന്നില്ലെന്നേ. അങ്ങനെ നല്ല ബന്ധമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. ഇപ്പോഴും തന്നെ കാണാൻ വരുന്ന വിദ്യാർത്ഥികളെ, പഴയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുസ്മരിച്ച് അഭിമാനം കൊള്ളുന്ന അധ്യാപകർ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് വായിച്ച ഒരു വാർത്തയാണ്, അധ്യാപകൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വിദ്യാർത്ഥി എന്ന വാർത്തയും നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട് ഇവിടെന്നേ. താങ്കൾ ഏത് കാലത്താണ് സംസാരിക്കുന്നത്? ഏത് കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അല്ലല്ല, അങ്ങനെ സ്മൃതി അതിനെ കാണണ്ട. ഏത് തെമ്മാടിത്തരങ്ങളാണ്. അത് പഴയ കാലത്തുണ്ട്, അതിൻ്റെ പുരാതന കാലത്തുമുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്, വർത്തമാന കാലഘട്ടത്തിലൊക്കെ ഈ തെമ്മാടിത്തരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് പരിപൂർണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു, അല്ല നമ്മൾ അവരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അനാവശ്യമായ വിഷയങ്ങൾ, അത് ജാതീയമായി, മതപരമായി, വർഗപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചർച്ച നയിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസത്തെ ചർച്ചയായിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയപ്പെടുന്ന ജാതീയമായിട്ടുള്ള വർഗീയമായിട്ട് നിലനിൽക്കാത്ത കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇപ്പൊ പഴയ ജാതീയതയൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരില്ല, അതൊന്നും ഇല്ലെന്ന് വെറുതെ ഉണ്ടാക്കുന്ന പറയാൻ പറ്റും. ഈ സംസ്കൃതി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നിങ്ങളിപ്പോൾ അതിനെ വിവക്ഷിക്കുന്നത്. ഇവിടെ ക്രൈസ്തവരുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ഇവരൊക്കെ ഈ പാദപൂജയ്ക്ക് അംഗീകരിക്കും. ഒരു അധ്യാപകൻ, ക്രിസ്ത്യാനിയായ അധ്യാപകനും മുസ്ലിമായ അധ്യാപകനൊക്കെ പാദപൂജ ചെയ്യാൻ അങ്ങനെ നിന്ന് കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പുതുതായിട്ട്. ഇതാണ് ഇനി വേണ്ടത്, ഇങ്ങനെയാണ് ഗുരുപൂജ വേണ്ടത്, കാല് കഴുകലാണ്, കാലിൽ ചന്ദനം തേക്കലാണ്. എനിക്ക് ശ്രുതി അറിയാത്ത ആളൊന്നുമല്ല, നല്ല ബോധ്യവും വിവരവും ഉള്ള ആൾ തന്നെയാണ് ശ്രുതിഭായ്. എനിക്ക് ചിരി വരുന്നത് എന്താ വെച്ചാൽ, ഇത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് സ്മൃതി, അത് ഏത് സംസ്കാരമാണെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ പുറകിൽ അവിടെ നിന്ന് നമ്മൾ ആചരിച്ചു പോകുന്നത് നിരവധി കാര്യങ്ങളുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലിയ വിശാലമായ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് എന്നുള്ള ബോധ്യമെങ്കിലും ബഹുമാന്യയായിട്ട് ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സമരം നടന്നിട്ടുണ്ടാവാം, വിപ്ലവം നടന്നിട്ടുണ്ടാവാം, ചാതുർവർണ്ണ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജാതീയത ഉണ്ടായിട്ടുണ്ടെന്നേ, ജാതീയത ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ സനാതനധർമ്മം സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഗവർണറാണ് ഇവിടെയുള്ളത്. എന്റെ സ്മൃതിയെ നിങ്ങളിതിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എല്ലാവിധ തരത്തിലുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് അതിനെതിരെ കൃത്യമായിട്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലിടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നലെ നിങ്ങൾ തനക്ക് സ്മൃതി തുറക്കാൻ പറഞ്ഞു, പഞ്ചമിയുടെ കൈ പിടിച്ചു പോയി, അത് സ്വാഭാവികമായിട്ടൊരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ ജാതീയ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ആ വ്യവസ്ഥയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ മാറിക്കൊണ്ട് മുന്നേറ്റത്തിൽ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ ഒരുമിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ജാതീയത ഓർമ്മിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യമെന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിൽ ആരൊക്കെ പെടുമെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ശ്രീ സ്മൃതി ഇടതുപക്ഷത്തിന്റെ നവോത്ഥാനം വാക്കുകളിൽ മാത്രം പറയുന്ന കുഞ്ഞിക്കണ്ണൻ, അതേപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മതം മാത്രം മതി എന്നും മതവാദവും ഭരണഘടന വേണ്ട മതരാഷ്ട്രം മതി എന്ന് വാശിക്കുന്ന ജമാഅത്തയോട് കേട്ടിപ്പിടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത്യാദി ആളുകൾക്കൊക്കെ കൂടി ഇതിനൊക്കെ ഒരു സംഘപരിവാർ അജണ്ടയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു 4 മാസം ഈ അഭ്യാസം നടക്കും. കാരണം വരാൻ പോവാണ് എൻ്റെ തദ്ദേശ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇവിടെ തെരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് നിയമസഭ മതരാഷ്ട്രം ജാതി പറഞ്ഞ് മതം മതരാഷ്ട്രം RSS ആണല്ലോ ആദ്യം മതരാഷ്ട്രം RSS നിങ്ങളെ വെറുതെ എന്റെ സ്മൃതി നിങ്ങളെ ജമാഅത്തെ വെള്ളപൂശാൻ നോക്കണ്ട, ജമാഅത്തെ വെള്ളപൂശാൻ നോക്കണ്ട. ഇവിടെ ഒരു കാരണവശാലും ഭരണഘടന അംഗീകരിക്കില്ല എന്നും അവരുടെ മതരാഷ്ട്രമാണ് വേണ്ടത് എന്നും വൃത്തിയായി വാദിക്കുന്ന വിഭാഗത്തെ തോളത്തിട്ട് നടക്കുന്ന കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ BJP-യോട് നിങ്ങൾ ചോദിക്കാൻ വരണ്ട. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ പുറകെ മാത്രം ചില അജണ്ട വെച്ച് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.